നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അതാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി, എന്താണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ റീഡിങ്ങിൽ കേട്ടോ. അപ്പോൾ മിക്കവാറും നമ്മൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കേൾക്കും എന്ന് പറയാൻ നമ്മുടെ റിലേ പോകും. പിന്നെ നമ്മളെല്ലാം ഊഹാപോഹങ്ങളിൽ കൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. മനസ്സിലായി? ചിലപ്പോൾ ചിലർ തേർഡ് പാർട്ടീനെ കുറിച്ച് പേഴ്സണോട് സംസാരിക്കുക പോലുമില്ല, ചോദിക്കുക പോലുമില്ല. അവരങ്ങോട്ട് വിചാരിച്ച് വെക്കും ഇതൊക്കെ ആയിരിക്കും ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം. പേഴ്സണൽ റീഡിങ്ങിലെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടിട്ട്, ഇവിടെ ജനറൽ റീഡിങ്ങിൽ പലരുടെ എനർജി വരും, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതെൻ്റെ 90% റെസൊനേറ്റ് ചെയ്യുന്ന 100% ആയിട്ടില്ല. അപ്പോൾ 100% ആവണമെങ്കിൽ, നിങ്ങളുടെ റീഡിങ് ആവണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കണം. നിങ്ങളുടെ എനർജി വെച്ച്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എടുക്കുന്ന റീഡിംഗ് ആണ് നിങ്ങളുടെ റീഡിങ്. ഇവിടെ ഞാൻ ആർക്കോ വേണ്ടി എടുക്കുന്ന റീഡിംഗ് ആണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് 100% നിങ്ങളുടെ റീഡിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിങ് കേൾക്കുമ്പോൾ സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ. റീഡിങ് റെസൊനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് പ്രൂഫ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചാടിക്കയറി ഡിസിഷൻ എടുക്കരുത് ഇവിടെ റെസൊനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അത് ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനിടയിൽ കയറി ഇങ്ങനത്തെ റീഡിംഗ് എല്ലാം കണ്ടിട്ട് നിങ്ങൾ ചാടിക്കയറി ഡിസിഷൻ എടുക്കരുത് പ്ലീസ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 90% എങ്കിലും റെസൊനേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. പിന്നെ നമ്മളുടെ തോന്നലുകൾ എപ്പോഴും ശരിയാവണം എന്നില്ല കേട്ടോ. നമ്മൾ നേരിട്ട് കാണുന്ന കാര്യം പോലും വിശ്വസിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളുണ്ടാവും എൻ്റെ പിന്നിൽ, നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 കളേഴ്സാണ്, 3 ജപമാലകളാണ് എടുത്തേക്കുന്നത്. ഇത് ഒന്നാമത്തെ ജപമാല, ഇത് രണ്ടാമത്തെ ജപമാല, ഇത് മൂന്നാമത്തെ ജപമാല കേട്ടോ. ഈ 3 ജപമാലകളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്, പിന്നെ അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇൻറ്റൻഷൻ അപ്പോഴേക്കും നമുക്കൊരുവിധം കാര്യങ്ങൾ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ജപമാല നമ്പർ 1 ആണ് എടുക്കുന്നത്. ഇതിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. 2ഉം 3ഉം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, കറക്റ്റായിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തന്നെ. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ ഭഗവാനെ, ഭഗവാനെ, ഭഗവാനെ. ഒരു കാർഡാണ് മറിഞ്ഞേക്കുന്നത്. ഹാർനസ് ദ പവർ ഓഫ് രുദ്ര മന്ത്ര എന്ന് വെച്ചാൽ ഇത് ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്നതാണ്. ഇതൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന ജപം ജപിക്കണം.
ഇത് രുദ്രാക്ഷമാണ്. എൻ്റെ അടുത്തുള്ള ഈ രുദ്രാക്ഷം പോലത്തെ രുദ്രാക്ഷമാണ്. ഇത് 108 രുദ്രാക്ഷം ഉണ്ട്. അപ്പം 108 പ്രാവശ്യം ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കുറച്ച് ചിട്ടകളുണ്ട്. അത് അനുസരിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഹിന്ദുക്കളല്ലാത്തവർക്കും നിങ്ങളും ഈ കൊന്ത ജപിക്കുന്നവരായിരിക്കാം. പിന്നെ മുസ്ലിംസിനും ഉണ്ട്. അതിനെന്താണ് ആ സാധനത്തിന് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം അതും ജപിക്കുന്നതാണ്. മനസ്സിലായോ? അത് ജപിക്കണം എന്നാണ് പറയുന്നത്. നമ്മളുടെ മനഃശാന്തിക്കും പിന്നെ നമ്മൾക്കൊരു ഇരുത്തം വരാനും കൂടിയിട്ടാണത്. നമ്മൾ വെപ്രാളപ്പെടാണ്ടിരിക്കാൻ, ആങ്സൈറ്റിയിലേക്ക് പോകാണ്ടിരിക്കാൻ ഒക്കെയാണ് അത് നമ്മൾ ജപിക്കുന്നത്. നമുക്കൊരു മനസ്സിലൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ കുറച്ചൊരു ടെൻഷനുള്ള ഒരു എനർജികളാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ സത്യമാണോ, മിഥ്യയാണോ, ശരിയാണോ, തെറ്റാണോ, നടക്കുന്നുണ്ടോ, നടക്കുന്നില്ലേ, എന്താണ് ഉദ്ദേശം, ആകെ വെപ്രാളത്തിലിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇവിടെ ഭഗവാനെ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് ആദ്യം നോക്കാം. ശരി, ഇത്രയും കാശ് എടുക്കാൻ പറ്റില്ല. ഒരു കാർഡ് തരണേ പ്ലീസ്, ഒരു കാർഡ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. ഈ പേഴ്സൺ എല്ലാവരോടും നല്ല സ്വരുമയോടെ പെരുമാറിയിരുന്ന ഒരാളാണ്. എല്ലാവർക്കും പ്രിയങ്കരനായ അല്ലെങ്കിൽ പ്രിയങ്കരിയായ, എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചും അവരെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറിയിരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ എല്ലാവരിൽ നിന്നും അകന്നു പോവുകയാണ്. ആരോടും അധികം സംസാരമില്ല, ചിരികളിയില്ല, ഒതുങ്ങിക്കൂടുന്ന പോലെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. മനസ്സിലായോ? മറ്റുള്ളവരോട് സ്വരുമയോടെ പോകാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണ്, മാറി നിൽക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി. ഓഫീസിലും പ്രശ്നമുണ്ടാവും, വീട്ടിലെ ബന്ധുക്കളുടെ ഇടയിൽ നല്ല പേരുണ്ടായിരുന്ന, എല്ലാവർക്കും ഇഷ്ടമായിരുന്ന ആൾ ഇപ്പോൾ ബന്ധുക്കളോടൊന്നും സംസാരിക്കുന്നില്ല. മനസ്സിലായി? എല്ലായിടത്തു നിന്നും ഒഴിഞ്ഞു മാറാൻ തോന്നുന്നു, ഫംഗ്ഷനൊന്നും പോകുന്നില്ല, ഓഫീസിൽ പോയാലും അധികം ആരോടും സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. വളരെ വെൽതി ആയ ഒരാളാണ്, വളരെ കേപ്പബിൾ ആയ, ഇഷ്ടംപോലെ പണമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണ് ഇവിടെ. പക്ഷേ ഇവിടെ ഒരു സന്തോഷമില്ല. എല്ലാം ഉണ്ടായാലും ഒന്നുമില്ലാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ. 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. 10 ഓഫ് ശിഥിലമായ ഒരു വിവാഹ ജീവിതം പോലെ. ഇതൊരു 10 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, പൈസ, ഹെൽത്ത് എല്ലാം തികഞ്ഞ ഒരു ഫാമിലി. അത് തകിടം മറിഞ്ഞ പോലെ അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ പേഴ്സൺ ഭയങ്കര കഠിനമായ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഓഫീസിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ വേണ്ടി, അതൊരു എക്സ്ക്യൂസ് പോലെ, മറ്റുള്ളവരോട് ഇടപെടാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് പോലെ, വീട്ടിൽ വരാതിരിക്കാൻ, വീട്ടിൽ വൈകി വരാനുള്ള ഒരു എക്സ്ക്യൂസ്, അങ്ങനെയൊക്കെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈനാണ് മൊത്തം കാർഡും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏസ് ഓഫ് കപ്സ്. പേഴ്സൺ ഒരു ലവ് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ വിവാഹിതനോ വിവാഹിതയോ ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് ഒരു ലവ് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡെത്ത് റിവേഴ്സ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു അവസാനമാണ്. അപ്പോൾ ഇവിടെ റിവേഴ്സ് വന്നേക്കുന്നതുകൊണ്ട് ഈ ഒരു ആരോട് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു പുതിയ ഒരു അഫെയർ ആണോ അതോ ഒരു ഫീലിങ്സ് ആരോ പറഞ്ഞതാണോ ഈ പേഴ്സണോട്?
ഉം, എന്തായാലും ഒരു ലവിനെ കുറിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. പക്ഷേ ഈ പേഴ്സൺ ഇത് റെസിസ്റ്റ് ചെയ്യുന്ന പോലെ, മനസ്സിലായോ? ഇത് അവസാനിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ ലവ് അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെയാണ്. പേടിയുണ്ട് ഈ റിലേഷൻഷിപ്പ് പോകുമോ, അതാണ് ഈ അന്തം വിട്ട് നടക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ആരോടെങ്കിലും പറയാൻ പറ്റുമോ, ഇല്ല. സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സണ്. പേഴ്സാണ് കുറച്ച് കാലം എൻ്റെ പൂച്ചക്കുട്ടിയാണ്, അവന് മഹാപ്രത്യേകട്ടവനാണ്, കറുത്ത പൂച്ചയാണ്, ഇങ്ങനെ കിറന്ന് ഒച്ചെഴുതുകൊണ്ട് നടക്കും. ഡെത്ത് കാർഡ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നു, 10 of Swords. അപ്പോൾ ഈ പേഴ്സൺ ഇത് അവസാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം തുറന്നു പറയണമെന്നത് നിങ്ങളോടാണോ ഇത്? മനസ്സിലായോ? എന്ന് വെച്ചാൽ വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമാണിത്. ഇവിടെയൊക്കെയാണ് ഒരു നിങ്ങളുടെ പേഴ്സണ് വിചാരിക്കാതെ ഒരു ലവ് ഓഫർ വന്നത്. അത് സ്വീകരിച്ചാൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ കുളമാവും, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് ഉള്ളിലിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇത് വന്ന് പോയ ഒരു, കാരണം ഇത് 10 of Swords ആണ് കാണിക്കുന്നത്. ഇതൊരു സീക്രട്ടീവ് ആയിരുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അത് അവസാനിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ അത് അവസാനിച്ചിട്ടില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണോ ഈ പേഴ്സൻ്റെ മനസ്സിൽ ലൈവായിട്ട് ഇരിക്കുന്നത്, അതോ ഈ റിലേഷൻഷിപ്പാണോ? മനസ്സിലായി? ഇവിടെ സീക്രട്ടീവ് ആയിരുന്നു, പക്ഷെ അത് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് തുറന്ന് പറയാത്ത അത്രയും കാലം ഇത് ഇതിനൊരു ക്ലോഷർ ആവുന്നില്ല ഈ റിലേഷൻഷിപ്പിന്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഈ ഒരു കഥ നടന്നിട്ടുണ്ട്, ഇത് മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. മനസ്സിലായി? ഇത് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് പറയണം. അപ്പം പറയണം, തുറന്ന് പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. മനസ്സിലായി? ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയാണിത്. ഇവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, അതാണ് മേജറായിട്ടുള്ള സോഡിയാക് സയൻസ് കാണിക്കുന്നത്. ഇനി ഇതാണ് സിറ്റുവേഷൻ. ഭയങ്കര ഡിപ്രഷൻ അല്ല, ആങ്സൈറ്റിയാണ്, ഭയങ്കര ആങ്സൈറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണലുള്ള മെസ്സേജാണ് ഇത്. ഭയങ്കര ഒരു ആങ്സൈറ്റിയാണ് ഈ പേഴ്സണ്. ഒരു മനസ്സമാധാനമില്ല ഈ പേഴ്സണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഇത് നിങ്ങളോടാണോ തുറന്ന് പറയണത്? അത് നമുക്ക് നോക്കാം. എല്ലാം റിവേഴ്സാണെങ്കിൽ നമ്മൾ ഇല്ല, കുറേയൊക്കെ റിവേഴ്സും കുറേയൊക്കെ പോസിറ്റീവുമാണ്. അപ്പോൾ ഇവിടെ 2 കാർഡ്സ്, ഒരു എംപറർ റിവേഴ്സ് ഉണ്ട്, പിന്നെ ഒരു കിങ് ഓഫ് സ്വർഡ്സ് റിവേഴ്സ് ഉണ്ട്. എംപറർ റിവേഴ്സ് എന്ന് പറയുമ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് ഭയങ്കര ഒരു കൺട്രോളിങ് എനർജി പോലെ, ഒരു ഭയങ്കര സ്റ്റബേൺ ആണ് നിങ്ങൾ എന്നൊരു ചിന്തയുണ്ടോ ഈ പേഴ്സണ്? നിങ്ങൾ ഭയങ്കര സ്റ്റബേൺ ആണ്, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ഈ പേഴ്സണെ നോക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് സ്വർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് ഈ പേഴ്സൺ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളും സ്ട്രെസ്ഡ് ആണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂട്ടീവ്ലി ഒരു തോന്നലുണ്ട്, ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മൈൻഡ് ഗെയിംസ് കാണിക്കുന്നുണ്ട്. ഇവിടെ മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അറിഞ്ഞാലും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഭയങ്കര വാശിക്കാരിയാണ്, ശാഠ്യക്കാരിയാണ്. എന്തെങ്കിലും അറിയാനിട വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇതിനൊരു തീരുമാനമാക്കും എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്കൊരു ഐഡിയ, നിങ്ങൾക്ക് പരിചയമുള്ള ആരോ ഒരാളാണ് തേർഡ് പാർട്ടി. അപ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പ് വിട്ട് കഴിഞ്ഞു നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അപ്പോളജി ചെയ്യണം എന്നുണ്ട്. പക്ഷേ എന്ത് വെച്ചിട്ട് അപ്പോളജി ചെയ്യുന്നത്? മനസ്സിലായി? നിങ്ങളിത് വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കും ഇവിടെ, അതൊരു ടെൻഷൻ ഉണ്ട്. പേജ് ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർ എന്തെങ്കിലും ഇപ്പോൾ കേൾവികളിലൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. മനസ്സിലായി? നിങ്ങളുടെ ഉള്ളിലൊരു പരിഭ്രമമുണ്ട്. ഈ പേഴ്സണ് വേറെ കാര്യത്തിലാണ് പരിഭ്രമം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് കൊണ്ടൊരു പരിഭ്രമം. നമുക്ക് ചിലപ്പോൾ ഒരു അപായ സൂചന കിട്ടും. അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നത്, എന്തോ ഒരു, അത് വളരെ അടുത്ത ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും അത്ര, അതിലും കൂടുതലാണ് ഭാര്യയും ഭർത്താവും. അപ്പോൾ നിങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ, അത്ര അടുത്തതാണെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലാകും. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കില്ല എന്ന പേഴ്സണൽ വിശ്വാസമുണ്ട്. മനസ്സിലായി? നിങ്ങൾ മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ആളാണ്, നിങ്ങൾ ഭയങ്കര ശാഠ്യക്കാരനാണെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷെ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഗോസിപ്പിലൊന്നും അത്ര ഇൻട്രസ്റ്റ് വെക്കാത്ത ആളാണ്. പിന്നെ എന്താ പറയുക, പക്ഷേ ഭയങ്കര ശാഠ്യമുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഇമോഷണലി കൺട്രോൾ വെക്കണം. ഈ പേഴ്സണ് പറയണം എന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ എടുത്തു ചാടി ഒച്ചപ്പാളം ഉണ്ടാക്കും. അത് ഭയങ്കര സീനാകും എന്നൊരു പ്രശ്നം ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എങ്ങനെ ഇത് പറയും, നടന്ന കാര്യമാണ്, വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത് റിലേഷൻഷിപ്പ് ഒന്നും ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതൊരു ഓഫർ വന്നിട്ടുണ്ടാവും, ഒരാൾ റെഡിയാണ്, എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കുന്നറിയില്ല. നിങ്ങൾ ഒത്തിരി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു ധൈര്യമില്ലായ്മ. ഇനി ഇതിപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് പോകുമോ, മനസ്സിലായി? അതൊന്നും അറിയില്ല ഈ പേഴ്സൺ. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. തേർഡ് പാർട്ടിയായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ സോഡിയാക് സൈൻ ലീബ്ര കാണിക്കുന്നുണ്ട്, ഏരീസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇൻറ്റൻഷൻ എന്താണ്? ഒരു ഇൻറ്റൻഷനുള്ള ഒരു ആക്ഷനും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നില്ല. തേർഡ് പാർട്ടിയായിട്ട് ഇറങ്ങിപ്പോന്നു. അവർ ഓഫർ കൊടുത്തു, പേഴ്സൺ ഒരു ആക്ഷനും എടുത്തില്ല. അത് കേട്ടോന്ന് പോലും ആ തേർഡ് പാർട്ടിക്ക് സംശയം ഉണ്ടാവും. കാരണം പേഴ്സൺ ഒരു റെസ്പോണ്ടും ചെയ്തില്ല, അത് ഇഗ്നോർ ചെയ്തു. അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, ആ സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോന്നു. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പ്രശ്നമില്ല. ഈ പ്രശ്നം തലയിൽ കിടക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്തല്ലോ, ഇത് ഇനി പറയണ്ടേ, നിങ്ങളോടെല്ലാം തുറന്ന് പറയുന്ന ആളാണെങ്കിൽ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് തുറന്ന് പറയാതിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ടെൻഷനായിട്ടുണ്ട്. ഇത് പറയേണ്ടതല്ലേ നമുക്ക് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ആകെ കൂടി വട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടിയെ ഈ പേഴ്സൺ ഇഗ്നോർ ചെയ്തു. ഇത് പിടിച്ചും വെച്ചിട്ടില്ല, റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തുമില്ല, അവരെ എന്ത് ചെയ്യണമെന്ന് നോക്കുകയില്ല, അവിടെ നിന്ന് വിട്ടുപോകുന്നു. ഒരു ബാലൻസ് കൊണ്ടുവന്നു, വളരെ സകല ധൈര്യം സംഭരിച്ച് ആ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു തേർഡ് പാർട്ടി ആയിട്ടല്ല, അവർ ചിലപ്പോൾ ഒപ്പം ജോലി ചെയ്യുന്നതായിരിക്കാം. ഒരു അബദ്ധ സിറ്റുവേഷനിൽ അവരൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന് കയറിയതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ ഇവരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയപ്പോൾ ചിലർ വിചാരിക്കില്ലേ, നമ്മൾ ഒരാളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ നമ്മൾക്ക് അവരോട് സ്നേഹമാണെന്ന് വിചാരിക്കുന്ന ചില എനർജീസ് ഉണ്ട്. അതുപോലൊരു തേർഡ് പാർട്ടി ആയിരിക്കാം ഇത്. അപ്പോൾ പേഴ്സൺ അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഇവരൊപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അവിടെ ഒരു രണ്ടുപേരും എന്നും കാണേണ്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്നും കാണേണ്ടവരാകുമ്പോൾ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവന്നാലേ പിന്നെ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളില്ലാതെ ഇവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ടീമിലുള്ള ആളാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് ഈ പേഴ്സണൽ ടെൻഷനാണ്. ആ തേർഡ് പാർട്ടിയോട് പറഞ്ഞ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് ഇപ്പോൾ ഒന്നും ആക്ഷൻ എടുക്കണ്ട, അതങ്ങനെ പൊക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആകും എന്നൊരു ചിന്ത ഈ പേഴ്സണ് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ, വേറെ ഒന്നുമില്ല. ഇനി നിങ്ങളോട് എന്താണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ മനസ്സ് ഇതാക്കിയാൽ മതി, സ്ട്രോങ് ആക്കിയാൽ മതി. വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇതും മാറും, മനസ്സിലായി? ഈ ഒരു സിറ്റുവേഷൻ ഇതും മാറും. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ, ഒരു ചേഞ്ച്. അപ്പം ഇതും ചേഞ്ച് ആകും. എൻ്റെ ഈ മാനസിക അവസ്ഥ ഇത് മാറും, ഞാൻ തിരിച്ച് പഴയ ആളാകും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സാജിറ്റേറിയസ് കാണിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. പിന്നെ ഓക്കെ, വളരെ പാഷനറ്റ് ആയിട്ട് തിരിച്ചു വരും എന്നാണ്.
ഈ റിലേഷൻഷിപ്പിന് എൻഡൊന്നുമില്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് കേട്ടോ. അത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ഈ ഒരു ടെൻഷൻ ഇത് മാറും, കുറച്ച് സമയം എനിക്ക് തരണം, ഇത് മാറും, ഞാൻ പഴയ പോലെ തന്നെ തിരിച്ചു വന്നോളാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റീഡിങ്. വലിയ കുഴപ്പമില്ല, ഇവിടെ സാജിറ്റേറിയസ് ആണുള്ളത്. അത് നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്വഭാവം വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് സംശയം തോന്നും, നമ്മൾ ഉഴപ്പാണോ, ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ. ചിലർ അത് ഓക്കെ, നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാം, ടൈം പാസ്സായിട്ട് കൊണ്ട് നടക്കാമെന്ന് ചിലർ വിചാരിക്കും. ചിലർ വിചാരിക്കും വേണ്ട, എനിക്ക് അതിന് സമയമില്ല. ഇതൊരു വർക്കഹോളിക് ആയ ഒരാളാണ് ഈ പേഴ്സൺ, അതിനൊന്നും സമയമില്ല. ഇയാളുടെ ഇമ്പോർട്ടൻറ്റ്, സ്ത്രീ ആയാലും പുരുഷനായാലും ഇവരുടെ ഇമ്പോർട്ടൻസ് ഇവരുടെ കരിയറാണ്. ഇതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ല. അത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഒഴിഞ്ഞു മാറിയത്. കാരണം പേഴ്സണിൻ്റെ മനസ്സിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്ന ടെൻഷൻ. അപ്പോൾ മനസാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഇത് ജപിക്കുക, ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ ജപമാലയുടെ റീഡിംഗ് ആണ്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമ്മളുടെ തോന്നലുകളാണ്, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇത് ഇത് ഫസ്റ്റ് റീഡിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ്, ക്ഷമിക്കണം, സെക്കൻഡ് റീഡിങ് തുടങ്ങാൻ പോകുന്നുണ്ട് ഭഗവാനെ. അത് പെട്ടെന്ന് സംസാരിച്ച് ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ വന്നതാണ് കേട്ടോ, ക്ഷമിക്കണം ഭഗവാനെ. ഇപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജിയാണ്, ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ശിവായ, ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒന്ന്, രണ്ട്, മൂന്ന് കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. അവർക്ക് നിങ്ങളിപ്പോൾ മരിച്ചു പണിയെടുക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പണം കൊണ്ടുവരണം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ മീറ്റ് ചെയ്യാൻ സമയമില്ല, കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല, ഭാര്യയുടെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. നിങ്ങൾ പണത്തിന് നല്ല ജീവിതം കൊടുക്കണം മക്കൾക്ക് എന്നിപ്പോൾ അതിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നിങ്ങളെയാണ് ആവശ്യം, നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം, പണമല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെ ഇവല്യൂഷൻ. നമ്മൾക്ക് വാലില്ല, എന്താ പറയുക, കുറേ എവല്യൂഷൻ മനുഷ്യന് ശാരീരികമായിട്ടുണ്ടായി. ഇനി മനുഷ്യൻ ഒരു ലെവലിലെത്തി. ഇനി മനുഷ്യൻ്റെ ഇവല്യൂഷൻ അല്ല, മനുഷ്യൻ്റെ മാനസികമായ വളർച്ച, തിരിച്ചറിവ്. അതാണ് ആൾക്കാർ ഞാൻ എന്താണ്, ഞാൻ എന്തിനു ഭൂമിയിലേക്ക് വന്നു, ഞാൻ എവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. നമ്മൾ അതൊന്നും ചെയ്യണ്ട, മനസ്സിലായി? നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മളെന്താണ്, ഞാൻ എന്താണ്, എൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ്, എൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ എന്താണ്, അപ്പോഴേ എനിക്കൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ തെറ്റുകളും എൻ്റെ കുറ്റങ്ങളും എൻ്റെ കുറവുകളും എനിക്ക് അറിയാമെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ എനിക്ക് റിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകാം, മനസ്സിലായോ? അപ്പോൾ എനിക്കൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കണം. ദൈവം നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ തന്നിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ചിലർ സ്വപ്നത്തിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ, നമ്മളിപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ ഇങ്ങനൊരു കാര്യം സ്വപ്നം കണ്ടു. ചിലർക്ക് ദീർഘവീക്ഷണമുണ്ട്, ചിലർക്ക് തോന്നലുകളുണ്ട്, ചിലർക്ക് പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് എന്തോ കാര്യം നടക്കാൻ പോകുന്നത് ഒരു ഭീതി വരും ഉള്ളിൽ. അതൊക്കെ ദൈവത്തിൻ്റെ ഇന്നർ വോയിസസ് ആണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നാണ്, അത് ഇഗ്നോർ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. എന്തെങ്കിലും വരാൻ പോകുമ്പോൾ മുൻകൂട്ടി നമ്മളെ കാണിക്കുന്ന ചില സിറ്റുവേഷൻസ്, അത് പലതരത്തിലാണ് ദൈവം നമ്മളെ അത് കാണിക്കുന്നത്. അതപ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് നിങ്ങളുടെ എല്ലാ തോന്നലുകളും ശരിയാവണം എന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കഴിവുള്ളവർക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ലവേഴ്സ് കണ്ടു ഞാൻ കേട്ടോ, എന്നുവെച്ചാൽ നിങ്ങളായിട്ടുള്ള ആവാം. ഓക്കെ, രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരു കാർഡ് മറിഞ്ഞല്ലോ. യെസ്, ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഒരു റീകൺസീലിയേഷൻ ആഗ്രഹിക്കുന്നു. വെച്ചാൽ ഇതുവരെ ഭയങ്കര ക്രൂരമായിട്ടാണ് നിങ്ങളോട് പെരുമാറിയിരുന്നത്,
ഭയങ്കരമായിട്ട് ഇൻസൾട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കളിയാക്കുക അതൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടാണോ അത് ആരോടെങ്കിലുമാണോ? പൊതുവേ ഒരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഈ എനർജി കേട്ടോ. തെറ്റുകുറ്റങ്ങളും മനസ്സിലായിക്കൊണ്ട് ഇരിക്കുന്ന ഒരാൾ. പിന്നെയും ലവേഴ്സ് ഞാൻ കണ്ടു. ലവ് മാരേജ് ആയിരുന്നോ നിങ്ങളുടെ? അറിയില്ല. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണ്. മേജർ അല്ല, മൈനർ ആണ്. പിന്നെ 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ നിങ്ങളോട് പ്രൊട്ടക്റ്റീവ് ആവണം, നിങ്ങളോട് കുറച്ചും കൂടെ കെയറിങ് ആവണം. കാരണം തെറ്റിദ്ധാരണകൾ മാറുകയോ തെറ്റുകൾ മനസ്സിലാക്കുകയോ ചെയ്തപ്പോൾ ഇപ്പോൾ നിങ്ങളോട് വളരെ സൗഹൃദമായിട്ട് മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ആരോടോ സൗഹൃദമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ. ഇനി ഇപ്പം എന്താണ് സിറ്റുവേഷൻ? ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് ഇപ്പം? ഈ പേഴ്സണ് മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ആരോടെങ്കിലും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുതുകത്ത് ചാരിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങി നിൽക്കാൻ പോകും. മനസ്സിലാണ്? ഒരു മിനിറ്റ്, ഞാൻ ആ വാതിൽ നടച്ചേക്കട്ടെ. ടി വിയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കും. സോറി കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു തിരിച്ചറിവായിട്ട്, ഇതിൽ ഞാൻ തിരിച്ചറിവെന്ന് പറയും, തിരിച്ചറിവായിട്ടുണ്ട്. പിന്നെ ഈ പേഴ്സൺ ഒരു എന്താ പറയുക, ഇത് കണ്ടോ, ഒരു ലയണിനെ ഒരു സ്ത്രീ ഇങ്ങനെ ടേം ചെയ്യും. അപ്പോൾ ഈ പേഴ്സണെ തന്നെ ഈ പേഴ്സൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഈ പേഴ്സൺ ഒരു ബെറ്റർ ആളാവാനായിട്ട് ട്രൈ ചെയ്യണമാണ്. മനസ്സിലാവുണ്ടോ? അതാണ് ഇപ്പോൾ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. ഈ പേഴ്സൺ ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകുകയാണ്. തിരിച്ചറിവ് കിട്ടിയപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് ഈ പേഴ്സൺ പോവുകയാണ്. അപ്പോൾ ആദ്യം കുറച്ചൊരു പ്ലെയർ എനർജിയൊക്കെ ആയിരുന്നു. പ്ലെയർ എനർജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പുറകെ പോകുന്ന എനർജി എന്നല്ല. ഈ പേഴ്സൺ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. ക്രിയേറ്റീവായ ആളുകൾക്ക് അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും എന്ന് പറയും. മനസ്സിലായോ? അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. അഡ്വെഞ്ചർ ലവിങ് ആവണ കൊണ്ടല്ല, അവർ ഭയങ്കര ക്രിയേറ്റീവാണ്. ഒരു കാര്യം കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് അവരുടേതായ ഒരു ലോകത്താണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ അവരുടെ ആ ലോകത്തേക്ക് നമ്മൾ കയറണം. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ആകുമ്പോഴത്തേക്കും അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു സമയത്ത് വെള്ളമൊക്കെ അടിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീ ആവാം, പുരുഷനാവാം. അപ്പോൾ ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്നൊരു ഡിഫെൻസീവ് ഒരു ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ക്ലാരിറ്റി കിട്ടി. അതൊരു എക്സ്ക്യൂസ് അല്ല എന്ന് ആ പേഴ്സണ് മനസ്സിലായി. മനസ്സിലാവണം? നമ്മളുടെ കുറവുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പം നിങ്ങളാണ് അതിന് കാരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാനല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് അതിൽ നിങ്ങൾ കാരണമാണ്? എൻ്റെ പ്രവൃത്തിയാണത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. അതാണ് ഈ പേഴ്സൺ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എംപററും ഒരു ഹൈ പ്രീസ്റ്റസും കാണിക്കുന്നുണ്ട്. സീക്രട്സ്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഒരു എംപററാണ് ഇവിടെ. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ കോംപ്ലെക്സ് ഉണ്ടായിരുന്ന ഒരു എംപറർ. അപ്പോൾ അത് കോംപ്ലെക്സും കുറവുകളെല്ലാം നികത്താൻ വേണ്ടി സ്വയം പരിശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കേട്ടോ. ഇതെല്ലാം മറച്ചു വെച്ചേക്കാറ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ ഒരു പുറംപൂച്ച് കാണിച്ചിരുന്ന ഒരു എനർജിയാണ് ഇവിടെ. ഇവിടെ സോഡിയാക് സൈൻസ് ഉള്ളത് സ്ട്രോങ് ആയിട്ടുള്ളത് ലിയോ ഉണ്ട്, ഏരീസ്, വെർഗോ, പൈസസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളായിരിക്കാം കേട്ടോ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ് പോയ ആളായിരിക്കാം. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആളാണ്. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണിത്. തിരിച്ചു വരാൻ പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ റിലേഷൻഷിപ്പ് നിങ്ങളോടുള്ള സിറ്റുവേഷൻ ഇമ്പ്രൂവ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു റീകൺസിലിയേഷൻ കണ്ടത്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന, അതിന് പ്ലാൻ ഒക്കെ ഉള്ള, ചിലപ്പോൾ ഒരു എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം.
എന്തായാലും നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ പുറകിലേക്ക് പോയി, അതൊക്കെ കഴിഞ്ഞു. മനസ്സിലായോ? അബാൻഡൺ ചെയ്ത ആളാണ് നിങ്ങളെ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കര മനസ്താപമുണ്ട് കേട്ടോ. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സണ് എന്താണ് പ്രയോറിറ്റി, ആരുടെ സന്തോഷമാണ് പ്രയോറിറ്റി എന്നൊക്കെ ഈ പേഴ്സണ് മനസ്സിലായി. അപ്പോൾ ഒരു തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ് ഈ പേഴ്സൻ്റെ? തേർഡ് പാർട്ടിയൊക്കെ പോയി എന്നാണ്, വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് തോന്നുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ല തേർഡ് പാർട്ടിയായിട്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയെ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി തിരിച്ച് അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് തേർഡ് പാർട്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. തേർഡ് പാർട്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ തിരിച്ച് അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിയായിട്ട് കംപ്ലീറ്റ് വിട്ടുപോകുകയാണ് തേർഡ് പാർട്ടിയെ. ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് പോയത് കൊണ്ട് ഈ പേഴ്സൺ ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളും ആയിട്ടുള്ള നിങ്ങളുടെ പുറകെയാണ് ഈ പേഴ്സൺ വരാൻ പോകുന്നത് കേട്ടോ. തേർഡ് പാർട്ടി ഒരു ഹിസ്റ്ററിയാണ്, ഒരു സ്റ്റോറി കഴിഞ്ഞു, പാസ്റ്റാണ് തേർഡ് പാർട്ടി. മദർ ഓഫ് സ്വേർഡ്സിനെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കോൺടാക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാനാണ്. ഒരു തേർഡ് പാർട്ടി ഒരു തരത്തിലും ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നില്ല തേർഡ് പാർട്ടി കേട്ടോ. ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ ആണ് ഇവിടെ സോഡിയാക് സൈൻ. ഇവിടെ ഇല്ല, ഇവിടെയൊക്കെ മൈനർ ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാണ് കംപ്ലീറ്റ്ലി. ഒരു രക്ഷയില്ല തേർഡ് പാർട്ടിക്ക്. അങ്ങനത്തെ സിറ്റുവേഷനാണ്. എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ? ഭയങ്കര ഇമോഷണലി ഇമ്മച്യൂർഡ് ആയിരുന്നു ഈ പേഴ്സൺ, മനസ്സിലായോ? അപ്പോൾ ഭയങ്കര ഇൻസെക്യൂറൊക്കെ ആയിരുന്നു. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ പറ്റിയില്ലായിരിക്കും ഈ പേഴ്സണ്, മനസ്സിലായോ? ചിലർക്ക് ഭയങ്കര റൊമാൻസ് കാണണം അല്ലേ? അപ്പോൾ റൊമാൻസ് കാണിക്കാത്ത ഒരു ഭർത്താവാണ് ഭാര്യയെങ്കിൽ അവർക്ക് സ്നേഹമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജി ആയിരുന്നിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ സ്നേഹം കാണിക്കുന്ന എല്ലാവരും ഈ പേഴ്സണോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്, അവർ നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് വിചാരിച്ച് അവരുടെ പുറകെ പോയ ഒരു എനർജിയാണ്. ഇപ്പോൾ പേഴ്സണെ തിരിച്ചറിവായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തിരിച്ച് റീകൺസൈൽ ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇതാണ് പേഴ്സണ് പറയാനുള്ളത് നിങ്ങളോട് കേട്ടോ. തേർഡ് പാർട്ടിക്ക് പാസ്റ്റാണ്, കഴിഞ്ഞു. ഇവിടെ സ്കോർപിയോ ഉണ്ട്. ബാക്കി ഞാൻ സോഡിയാക് സൈനൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങും വലിയ കുഴപ്പമില്ല. നമ്മൾ ഇനി മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ റീഡിങ് വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്കും അത്ര എനർജി സ്ട്രെസ് വരുന്നുണ്ട് എനിക്ക്, ഭഗവാനെ. അപ്പോൾ അടുത്ത റീഡിങ്ങിലേക്കാണ്, ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇതാണ് ഫൈനൽ റീഡിങ്ങിൻ്റെ ജപമാല. ഇനി നോക്കാം നമുക്ക്. ഭഗവാനെ, ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഭഗവാനെ. കറക്റ്റായിട്ടുള്ള മെസ്സേജ് തന്നെ ഭഗവാനെ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, കാട് മറിഞ്ഞോട്ടില്ല. രണ്ട് കാർഡാണ് മറിഞ്ഞേക്കുന്നത്. ഇത് ഒരെണ്ണം ടോക്സിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്നാണ്. നിങ്ങളുടെ ഡീടോക്സിഫൈ ചെയ്യണം. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ സ്പിരിറ്റും നിങ്ങളുടെ ബോഡിയും എല്ലാം ഡീടോക്സിഫൈ ചെയ്യണം. വേണമെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിനെയും കൂടെ ഡീടോക്സിഫൈ ചെയ്തോളൂ കേട്ടോ. പിന്നെ സ്റ്റിൽനെസ്. ഇപ്പോൾ ഒരു ശാന്തത. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ശാന്തമായിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ശാന്തത വേറൊരു വലിയൊരു പ്രകമ്പനം വരുന്നതിന് മുമ്പുള്ള ശാന്തതയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാത വളരെ ദുഷ്കരമായ പാതയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഇടയ്ക്ക് പ്രശ്നങ്ങൾ, പിന്നെ കുറച്ച് നേരം ശാന്തത, പിന്നെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരു കാരണം ടോക്സിക് ആയതുകൊണ്ടാണ്. ടോക്സിക് സിറ്റുവേഷൻ ആരാണ് ഇവിടെ ടോക്സിക്? എന്താണ് കാര്യം? തേർഡ് പാർട്ടി. ഓക്കെ, നോക്കട്ടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ് ഭഗവാനെ? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? 2 കാർഡാണ് വന്നേക്കുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസും ലവേഴ്സും. ഇതൊരു 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മാരേജ് സിറ്റുവേഷനാണ്. ഹെൽത്ത്, നല്ല ഹെൽത്ത്, വെൽത്ത്, പണം, പിന്നെ ഫാമിലി, കുടുംബപരമായിട്ട് വളരെ നല്ല ഒരു സിറ്റുവേഷനാണിത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണിത്. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം നമുക്ക്. ഇവിടെ ഒരെണ്ണം ജെമിനായി സോഡിയാക് സൈൻ ആണ് ഉള്ളത്. ഇവിടെ ഒരു രസം എന്ന് വെച്ചാൽ 2 തരം സ്വഭാവമുള്ള 2 പേരാണ്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾ വളരെ നന്നായിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാരിഫിക്കേഷൻ വരുന്നത് കുറേ സീക്രട്സ് ഉണ്ട്. അപ്പോൾ ഇതിലാർക്കോ ഒരാൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ശുദ്ധഗതിയുള്ള ഒരു സ്ത്രീയോ പുരുഷനോ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്. അയ്യോ എൻ്റെ ഹസ്ബൻഡ് ഞാനില്ലാണ്ട് പുറത്ത് പോവില്ല, എൻ്റെ വൈഫ് ഞാനില്ലാണ്ട് പുറത്ത് പോവില്ല എന്നൊക്കെ വളരെയധികം കോൺഫിഡൻറ്റോടു കൂടി സംസാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ. പക്ഷേ ഇവിടെ കുറേ സീക്രട്സ് ഉണ്ട്. അത് ഒരാൾക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? നന്നായിട്ട് ധനികൻ, വളരെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ആരോ ഭയങ്കര പൈസയുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്ന പോലെ, ഒരു ലവ് എൻഡ് ആവുന്ന പോലെ. അപ്പോൾ ഒരാൾ പഴയ ആ എനർജി തന്നെയാണ്. നിങ്ങൾ ലവ് മാരേജ് ആണോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ അറേഞ്ച്ഡ് കം ലവ്, കല്യാണത്തിന് ശേഷം സ്നേഹിച്ചവരാണോ എന്ന് അറിയില്ല. പക്ഷേ ഈ ഒരാളുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പതുക്കെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണിൻ്റെ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഒരാൾക്ക്. അത് ചിലപ്പോൾ ഈ ധനികനായ ഒരു മെയിൽ എനർജിക്കായിരിക്കാം, അതല്ലെങ്കിൽ മെയിൽ എനർജി കൂടുതലായൊരു ഫീമെയിൽ ആവാനും വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലവ് അതൊരു ഒരു ചതി വഞ്ചനയിലേക്കൊക്കെ പോകുന്ന പോലെ. അപ്പോൾ ഇവിടെ നിന്നുള്ള കണക്ഷൻ വിട്ടു പോകുന്ന പോലെ. ഇവിടെ സോഡിയാക് സൈൻസ് കാണിക്കുന്നത് ജെമിനായി ഉണ്ട്, ക്യാൻസർ ഉണ്ട്. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ ഓറക്കിൾ മെസ്സേജ് വന്നത്. ഓക്കെ, എന്താണ് സിറ്റുവേഷൻ? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതൊരു ഒന്നില്ലെങ്കിൽ ഒരു മെയിലാണ്, അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടറിസ്റ്റിക് കൂടുതലുള്ള ഒരു ഫീമെയിൽ എനർജി ആവാം. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഒരു ഇമോഷണൽ ലോസ് ആണ് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല റിലേഷൻഷിപ്പിൽ. മനസ്സിലായോ? ഈ പേഴ്സൺ അത് തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് അത് മറികടന്ന് ഇത് തിരിച്ചു കൊണ്ടുവരാൻ, റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? അതിപ്പോൾ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അറിയാതെയാണ് ഈ റിലേഷൻഷിപ്പ് എൻഡായതും, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡായതും. തിരിച്ച് റിലേഷൻഷിപ്പ് എൻഡ് ആവരുത്, തിരിച്ച് ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ പേഴ്സൺ രണ്ടാമതൊരു തിരിച്ചു വരവിന് ശ്രമിക്കുന്നതും. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളൊരു മൂഢസ്വർഗത്തിലായിരിക്കാം. മനസ്സിലായോ? ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എനർജി ഉള്ള പോലെ. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണ് ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്നേഹബന്ധം
തീർന്നത് നിങ്ങളുമായിട്ടുള്ള. ഇവിടെ ഒരു പ്ലെയർ എനർജി ആയിരുന്നു, പക്ഷേ അത് ഈ പേഴ്സൺ തെറ്റ് മനസ്സിലാക്കി ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രൊട്ടക്റ്റീവ് എനർജി ആയിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കും. കാരണം ഇപ്പം നിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ പേഴ്സൺ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. അത് ഈ പേഴ്സൻ്റെ ഉള്ളിലുള്ള ഈ ടെൻഷനാണ് നിങ്ങളോടുള്ള ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇവിടെ സോഡിയാക് സൈൻ ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ കേട്ടോ. അപ്പോൾ സ്ട്രോങ്സ് അതാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? കാർഡ് തന്നെ പുറത്തേക്ക് വന്നുണ്ടോ? ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസിനെ കാണിക്കുന്നുണ്ട്. രണ്ടും ഫീമെയിൽ എനർജിയാണ്. എംപ്രസിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു 2 എനർജി ഉണ്ട്. ഇത് ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മതത്തിനോട് കൂടുതൽ അടുത്ത് പെരുമാറുന്ന ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻസിലാണെങ്കിൽ ഒരു കന്യാസ്ത്രീ ആവാം, അല്ലെങ്കിൽ ഒരു മഠത്തിൽ നിൽക്കുന്ന ആരെങ്കിലും, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി. ഹിന്ദുക്കളാണെങ്കിൽ മഠത്തിലൊക്കെ നിൽക്കുന്ന ഞങ്ങൾക്ക് പൂജാരികളില്ല ഹിന്ദുക്കൾക്ക്. അപ്പോൾ സ്ത്രീകൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന മഠത്തിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ. മുസ്ലിംസ് ആണെങ്കിൽ അതെങ്ങനെയാണ് സ്ത്രീകൾ അതുപോലെ വളരെ ഭക്തിയോടുകൂടി ദൈവത്തിനെ ഫോളോ ചെയ്യുന്ന എനർജിയാണ് ഒരെണ്ണം. വളരെ നോളജുള്ള ദൈവികമ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജി. മറ്റേ ആൾ എംപ്രസ് ആണ്. എംപ്രസ് പറഞ്ഞാൽ വളരെ മെറ്റീരിയലിസ്റ്റിക് ആണ്. സ്വത്ത്, പണം, ബന്ധങ്ങൾ, പിന്നെ കുട്ടികൾ, മെറ്റീരിയൽ, വലിയ വീട്, പിന്നെ കുറേ അഹങ്കാരം, മനസ്സിലായി? അപ്പോൾ ഇവിടെ 2 ഫീമെയിൽ എനർജീസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വഴി കൂടെ നടക്കുന്ന, കൃത്യമായി പള്ളിയിൽ പോകുന്ന, കൃത്യമായി നിസ്കരിക്കുന്ന, കൃത്യമായി അമ്പലത്തിൽ പോകുന്ന ഒരു എനർജി ആവാം, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ശുദ്ധഗതിയുള്ള, മനസ്സിലായോ? ഇവിടെ അതിൻ്റെ നേരെ വിപരീതമായിട്ടൊരു എനർജിയും കൊണ്ടുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സിൽ 2 എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളും, ഒന്ന് വേറൊരു എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളായിട്ടുള്ള എനർജി ഈ പേഴ്സൺ സ്നേഹബന്ധം നഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ലവേഴ്സ് റിവേഴ്സ് വന്നിരിക്കുന്നുണ്ടോ? എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് വിട്ടുകളയാനും നിങ്ങളുടെ പേഴ്സണ് പറ്റില്ല. കാരണം ഇതൊരു ലീഗൽ സിറ്റുവേഷനാണ്. എംപ്രസിൻ്റെ കാര്യം, എംപ്രസിനെയും ഈ പേഴ്സൺ എംപ്രസ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു 2 ഓഫ് കപ്സ് ആയിരുന്നു. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇത് ടോറസ്, ലിബ്രയും, വെർഗോ, പൈസീസ്, ജെമിനായി, സ്കോർപ്പിയോ ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. പേഴ്സൺ സത്യം പറഞ്ഞാൽ ആരോടും ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ല. ഒരു പിടിവലി നടക്കുകയാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ ചെറിയൊരു കുറ്റബോധം ഉണ്ടാവും. പക്ഷേ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിലും ബ്രേക്ക് ആയിട്ടുണ്ട്. നിങ്ങളോടും സ്നേഹമില്ല, തേർഡ് പാർട്ടിയോടും സ്നേഹമില്ല പേഴ്സണ്. അതാണ് രസം. വേറൊരു റീഡിങ് ഇവിടെ കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾ വളരെ ശുദ്ധഗതിയുള്ള ഒരാളാണ്, മെയിലായാലും ആണെന്ന് വിചാരിച്ച് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായ ഒരു സമയം. അപ്പോൾ നിങ്ങളെ ഒരു കാര്യം, ഞാനൊരു കോമഡി പറയാൻ പോവാണ്, ചിരിക്കാൻ വേണ്ടിയല്ല, ഒരു കാര്യം പറയാം. ഇപ്പോൾ നേരത്തേക്ക് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്താണ് കാണുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുക. വളരെ ഫ്രാങ്ക് ആയിട്ട്, ഓപ്പൺ ആയിട്ട് ബിസിനസ്സിലെ ഇതാണ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് ഇത് തന്നെയാണ്, ഇതിന് ഒരു മറയുമില്ല. ഇപ്പോഴത്തെ അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തർ പ്രത്യേകിച്ച് ചൈനീസ് വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ മേക്കപ്പ് റിമൂവ് ചെയ്ത്, നമ്മൾ മേക്കപ്പിൽ അവരെ കാണുമ്പോൾ ഒരു മേക്കപ്പ് റിമൂവ് ചെയ്ത് നമ്മൾ തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ എല്ലാവരും മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളെ അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റിക്കളയും. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണോ നിങ്ങൾ വിചാരിച്ച അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾ ശരിക്കും എന്ന് മനസ്സിലാക്കിയ നിമിഷം. അപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടത്. 2 തരം റീഡിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി ഇവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടു. ചതി ഇവിടെ കണ്ടു, ചതി, വഞ്ചന. അത് 10 ഓഫ് സ്വേർഡ്സിലാണ് കണ്ടത്. അപ്പോൾ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാൽ വിട്ടിട്ടുമില്ല. തേർഡ് പാർട്ടിയുടെ ഓഫർ നിങ്ങളുടെ പേഴ്സൺ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ടൊരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഉണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. പേഴ്സൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ തൽക്കാലം ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, മനസ്സിലായോ? ഈ പേഴ്സൺ വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷേ തേർഡ് പാർട്ടിയുടെ ഒരു കണക്ഷൻ വന്നപ്പോൾ ഈ പേഴ്സൺ അത് ഏറ്റെടുത്തു. ആ റിലേഷൻഷിപ്പ് പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ പേഴ്സണ് ഒരു ഡൗട്ടായി,
എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഹാപ്പി ഫാമിലി ലൈഫ് ഉണ്ടായിട്ട് ഞാൻ എന്തിനാണ് ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയത്? മൊത്തം കൺഫ്യൂഷനായി നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സൺ അങ്ങോട്ടൊരു ചായ്വായപ്പോൾ നിങ്ങളോടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി. മനസ്സിലാണല്ലോ ഞാൻ പറയണത്? പക്ഷേ ഈ ഒരു സംശയം മനസ്സിൽ വന്നപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷനും ഡിസ്കണക്റ്റ് ആയി. ഇപ്പോൾ ഈ പേഴ്സണൽ മനസ്സിൽ ആരുമില്ല, ആരോടും സ്നേഹമില്ലാത്തൊരു എനർജിയാണിത്. അതാണ്. എന്നാലും തേർഡ് പേഴ്സൺ അറിയാം തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ തേർഡ് പാർട്ടി അവൈലബിൾ ആണെന്ന്. പക്ഷെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണ് പേഴ്സൺ. ഹാർട്ട് ബ്രേക്ക്, ഭയങ്കര ഹാർട്ട് ബ്രേക്ക് തേർഡ് പാർട്ടി നഷ്ടപ്പെട്ടത് കൊണ്ടോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല. ഹാർട്ട് ബ്രേക്ക് വന്നത് ഈ പേഴ്സൺ വിചാരിച്ചു വെച്ചിരുന്നത് എന്താണോ അതല്ലല്ലോ ഞാൻ എന്നൊരു ബോധം ആ പേഴ്സണ് വന്നപ്പോൾ അതാണ് ആ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കി. സ്വയം മനസ്സിലാക്കിയ ഒരു പേഴ്സൺ, എനിക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അതാണ് ഈ പേഴ്സണ് ഒരു ഹാർട്ട് ബ്രേക്ക് കൊണ്ടുവന്നത്. ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഇവിടെ കാണണമെന്നുണ്ട്. തേർഡ് പാർട്ടിയോട് ഒരു റീകൺസിലിയേഷൻ, ഒരു ചായ്വ് കാണുന്നുണ്ട്. ഇവിടെ ഒരു മദർ ഓഫ് കപ്സ് കാണുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നത്. അവിടെ ഒരു റീകൺസിലിയേഷൻ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഇല്ല. കാരണം പേഴ്സണ് കുറച്ച് സമയം വേണം, എനിക്ക് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാനുള്ളത്? ഇവിടെ 9 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് പേഴ്സൺ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. മനസ്സിലായോ? ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ടോക്സിക് ആണ് സിറ്റുവേഷൻ. പേഴ്സൺ ഭയങ്കര ടോക്സിക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് എന്താ പറയുക, ഹിന്ദിയിൽ പറയും ആസ്മാൻ സെ ഗിറ ഹജൂർ മേ അട്ക എന്ന് പറയും. എന്നുവെച്ചാൽ മുകളിൽ നിന്ന് വീഴുകയും ചെയ്ത് ഭൂമിയിലേക്ക് എത്തിയിട്ടുമില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലാവുന്നുണ്ടോ? പേഴ്സൺ മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് വേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. ഇങ്ങനെ വെറുതെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ്. എന്നാലും നല്ല പൈസയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഈ പേഴ്സൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ജോലിയാണ്, പണം. ആ പേഴ്സൺ ചെയ്യുന്ന ജോലി, അതാണ് ഈ പേഴ്സൻ്റെ മെയിൻ കൺസേൺ. അല്ലാതെ ആ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് ഒന്നും ഈ പേഴ്സൺ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പോയാലും പ്രശ്നമില്ല, തേർഡ് പാർട്ടി പോയാലും ഈ പേഴ്സൺ പ്രശ്നമില്ല. ഈ പേഴ്സൺ സർവൈവ് ചെയ്യും. ഈ പേഴ്സൺ നിങ്ങളിൽ റിലേഷൻഷിപ്പിലല്ല ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പേഴ്സൻ്റെ കഴിവിലും ആ പേഴ്സൻ്റെ ആത്മവിശ്വാസത്തിലുമാണ് ഈ പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലാവട്ടോ? ഇതിപ്പോൾ മദർ ഓഫ് 2 എനർജീസ് ഉണ്ട്. ഒരെണ്ണം ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ള എനർജിയാണ്, മദർ ഓഫ് വാൻഡ്സ്. അതൊരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളുമായിട്ടുള്ള എനർജി ഈ പേഴ്സൺ ഡിസ്കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. തേർഡ് പാർട്ടി ആയിട്ടുള്ളത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. അവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ്. പക്ഷേ നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ വിട്ടുപോയി. തേർഡ് പാർട്ടിയോട് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ടുമില്ല. എന്നാലും അവിടെ ഒരു ഓപ്ഷൻ തുറന്ന് കിടക്കുന്നുണ്ട്, വന്ന് ചെന്ന് കയറാമെന്ന്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇപ്പോഴും ആക്റ്റീവാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. പക്ഷേ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞ് പേഴ്സൺ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി പോലെ. പക്ഷേ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഈ പേഴ്സണും അത് ബാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ ആ പേഴ്സൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ചിട്ടയോടെ ഈ പേഴ്സൺ ചെയ്യും. അതാണ്. പക്ഷെ നാളെ ഒരിക്കൽ ഈ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കും. അവരോട് സ്നേഹമുണ്ടായിട്ടല്ല, അവരൊരു പുതിയ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് മാത്രം. അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവിടുത്തെ പോസിബിലിറ്റീസ്. ഭയങ്കര ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു എനർജിയാണത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങി, അത് നമ്മളെ കുഞ്ഞു കുട്ടികളെ നോക്കുന്ന പോലെ പരിപാലിച്ച് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതൊരു സെറ്റിലാക്കി അത് ചെയ്തു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കത് മതിയായി. ഇനിയിപ്പോൾ പുതിയത് തുടങ്ങണം, അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയുള്ള വളരെ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു എനർജിയാണത്. ഇവിടെ ഇമോഷൻസിന് എഫക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സീക്രട്സ് നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. സോഡിയാക് സൈൻസ് ഇവിടെ ഉള്ളത് അക്വേറിയസ് ഉണ്ട്, വെർഗോ പൈസസ് പിന്നെയും വന്നിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. വേറൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ദൈവം തരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ് കേട്ടോ.